ഞാൻ അവിടെ നിന്ന് മാറിയിട്ട് ഉള്ളി വരുന്നതായിരിക്കും എന്റെ അഭിപ്രായത്തിൽ നല്ലേ. ഹലോ 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 വെൽക്കം വെൽക്കം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ഓഫാണ്. ഞാനിപ്പോൾ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് സെറ്റായി ബെഡിലേക്ക് തന്നെ തിരിച്ച് കയറിയിട്ടുണ്ട്. ഉറങ്ങാനല്ല, എന്നെ എണീറ്റപ്പോൾ 2 മണിയായി. പിന്നെ നമ്മുടെ നിസ്കാരം പരിപാടികളൊക്കെ കഴിച്ച് ഇനി ഒരു കണ്ടൻറ്റ് ഷൂട്ട് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോകാനുണ്ട്. നമ്മളിന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കണം എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ എന്ത് പറയുന്നു, എല്ലാവരുടെയും നോമ്പ് ഇപ്പോൾ ലാസ്റ്റത്തെ 10 എങ്ങനെയുണ്ട്? എല്ലാവരുടെ നോമ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഉഷാറാക്കിയാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരുടെയും നോമ്പിനെ കുറിച്ച്, നിങ്ങളുടെ നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കറിയണം, അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർ പറയണം. പിന്നെ എനിക്കറിയേണ്ടത്, നിങ്ങൾ ഡ്രസ്സ് എടുത്തോ? നിങ്ങൾ പെരുന്നാൾക്കൊക്കെയുള്ള പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയോ? എന്താണ് നിങ്ങളുടെ ഈദ് പ്ലാനുകൾ, ട്രിപ്പ് പ്ലാനൊക്കെ തുടങ്ങിയ? ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഇന്നത്തെ നമ്മുടെ പ്രിപ്പറേഷൻസിലേക്ക് പോകാം. നല്ലത് വളരെ മോശമായി, വളരെ ഒറ്റക്ക് മേടിച്ചു കൊടുന്ന സാധനം. ഒന്ന് വിളിക്കാമായിരുന്നു. ഒരു കോൾ. ഞാൻ എന്താ പണി എന്താ? എന്ത് പൊടി? പാത്രം പൊടി പൊരിക്കാൻ പറ്റാത്ത നല്ല പാത്രം. അത് ഇവൻ്റെ പാത്രം എടുക്കാം. ഫ്രൈ പാൻ ഇതാ, നല്ല ഫ്രൈ പാൻ, നല്ല തന്നെ നമ്മുടെ റിയാദുൽ കുനിയുടെ. ഓയിലുണ്ട്, എണ്ണ ഉണ്ട്, എന്താ വേണ്ടി? എവറിത്തിങ് ഈസ് റെഡി. വെളിച്ചെണ്ണ ആയിരിക്കും പൊരിക്കാൻ നല്ലതെന്ന് കേട്ടെ. ഇതാണ് നല്ല വെളിച്ചെണ്ണ. ഇനി എന്താ പൊടി? അതുണ്ട്. മുളകില്ല. ഇതാ മുളക് പൊടി, ഇതവിടെ മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെന്താന്ന്? മുളക് പൊടി, മല്ലിപ്പൊടിയാണോ? കുരുമുളക് എൻ്റെ അടുത്തില്ല. ഉണ്ട്, സാധനം ഉണ്ടാവും, കിട്ടും. മിക്സി ചെറുതുണ്ട്. ഉണ്ട്. അതിറക്കും. അതിന് പൊടിക്കാത്ത സാധനം ഉണ്ടോ? കിട്ടുമോ? പൊടിക്കാത്ത മിക്സിൻ്റെ ജാറ് അല്ല, പൊടിക്കാത്ത മറ്റേ പൊടികൾ. ഇതെന്താ, ദോശമാവോ? പൊറാട്ട, പ്രീമിയം കോയിൻ പൊറാട്ട. ഇതെങ്ങനെ ഉണ്ടാക്കി? ഇല്ല, ഇത് പരത്തുന്ന. പിന്നെ ഗൈസ്, നമുക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ, ലോട്ട് ഓഫ് സാധനങ്ങൾ. തക്കാളി, കുഞ്ഞുള്ളി, ഇഞ്ചി, മുളക്, വെളുത്തുള്ളി, തക്കാളി, ചെറിയുള്ളി. ഞാൻ എന്താ ചെയ്യേണ്ടത് പറ? ചെറിയുള്ളി വലിക്കുക. പ്ലേറ്റ് വേണ്ട, പ്ലേറ്റ്. ഞാൻ ഈ പൊറോട്ട കഴിച്ചിട്ടൊന്നുമില്ല. അടുത്തതായി വെളുത്തുള്ളി അരിയൽ. വെളുത്തുള്ളിയെ നമ്മൾ ആദ്യം കത്തി കഴുകുക. എന്നിട്ടത് ചെമ്മീനെ, ഇത് ഉണ്ടാക്കിയ സാധനം ഓൾറെഡി ഉണ്ടാക്കിയതാ ലൈഫിൽ? അതോ പരീക്ഷണമാണോ? ശരിക്കും പറയും, എന്ത് സംഭവം? എന്താ ഓൾറെഡി ഉണ്ടാക്കിയതാ? നാട്ടിന്നോ? അത് ശരി. അങ്ങനെയാണെങ്കിൽ പെരുന്നാൾ സാറിനുള്ള മറ്റേതിലോ, മറ്റേ റൂമ് മാജിദവരൊക്കെ ഉള്ള സമയത്താ?
ഞാൻ വല്യുള്ളി അരിഞ്ഞണമെങ്കിലും ചെറിയുള്ളി ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അരിയണത്. അങ്ങ് തൊലി കളയുന്നത്. വാവ് വാവ്. ഈ ഹോട്ടലുകാരൊക്കെ തന്നെ എങ്ങനെയാണോ സ്പീഡിൽ തൊലി കളയണം. വല്യുള്ളിൻ്റെ തൊലി കളയണം, അല്ല ചെറിയുള്ളിൻ്റെ തൊലി ഹോട്ടലുകാരൊക്കെ എങ്ങനെയാണോ പടപടയെന്ന് കളയണത്. അങ്ങനെയാണെങ്കിൽ അവരോട് ചായ കൊണ്ടുവരാൻ പറയേണ്ടി വരുമ്പോൾ. അതും പൊളിക്കും. ശരിക്കും നമ്മളിന്നിപ്പോൾ ഉണ്ടാക്കാൻ പോണത് ചെമ്മീൻ്റെ ചെമ്മീൻ റോസ്റ്റാണോ കറിയാണോ എന്ന് വെച്ചാലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചെമ്മീന് വറ്റിച്ചതെന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ റോസ്റ്റ് എന്ന് പറയാം, ഗ്രേവി കുറഞ്ഞതെന്ന് പറയാം. നമുക്ക് അതിൻ്റെ സൗകര്യത്തിന് നമുക്ക് പേരിടാം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പേരാണ് ചെമ്മീൻ റോസ്റ്റും. കണ്ണൂർ സ്റ്റൈൽ ചെമ്മീനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. കാരണം കണ്ണൂരിലുള്ള വ്യക്തിയാണ് ഇതിൽ ഉണ്ടാക്കാനുള്ള എല്ലാ കൈകളും, മുൻകൈകൾ. ഉള്ളി അരിയുന്നതിൽ ഉടായ്പ കാട്ടാൻ പറ്റില്ലല്ലോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഉള്ളി അരിയുന്നതിലും കാണിച്ചു തന്നെ. അപ്പോൾ കണ്ണൂർ സ്പെഷ്യൽ സ്പൂൺ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കൈത്ത. ഉള്ളി അരിഞ്ഞ് തൊലിയുടെ കൂടെ ഉള്ളി മൊത്തം പോകുമെന്നാണ് എൻ്റെ ഡൗട്ട്. അതായതിപ്പോൾ ശരിക്കും എത്രണ്ണം വേണ്ടി വരും? ഫുള്ളെടുക്കാം. ഉള്ളി അരിയുന്ന ഉമ്മമാരെ, നിങ്ങൾക്ക് ഞാനൊരു വണക്കവും സല്യൂട്ടും തന്നിരിക്കുന്നു. അത് ഏതുള്ളി? ഈ കൊച്ചുള്ളി. ഏത് മൂട? ഉള്ളിയരിയിൽ മൂട. ഏത് മൂട? വെഞ്ഞാറ മൂട. അതിക്ക് പൊറാട്ടൻ്റെ പേരെന്താന്ന് പറഞ്ഞേ? കോൺ പൊറാട്ട. നിങ്ങളെ നാട്ടിൽ പറയുന്ന, ഇവിടെ പറയുന്ന പേരാ? ശരി, കോൺ പൊറാട്ട. കോയിൻ പൊറാട്ട. ഗൈസ്, അപ്പം നമ്മളിന്ന് ചെമ്മീൻ റോസ്റ്റും കോയിൻ പൊറാട്ടയുമാണ്. പൊറോട്ട ഇപ്പോൾ പാക്കറ്റിലുള്ളത്. പൊളിച്ച് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം ഏത് സാധനമെന്ന്. പിന്നെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വേറെ തലത്തിൽ കാണിച്ചു തരാം ഏത് സാധനമെന്ന്. സമയം 5:10. ഇനി അധികം സമയമില്ല. പും എന്ന് പറയുമ്പോഴത്തേന് 6 മണിയാവും. ഗൈസ്, ഞങ്ങളുടെ കുക്കിംഗ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വയ്യ. ആദ്യം ചെമ്മീൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചെമ്മീൻ്റെ മണം വരുന്നുണ്ട്. നീ അവിടെ നിന്ന് മാറിയിട്ട് ഉള്ളി അരിഞ്ഞായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ നല്ലേ. ഞാൻ ആദ്യമായിട്ട് ഉള്ളി അരിഞ്ഞുകൊണ്ടാണ് എൻ്റെ ഒരു സ്പീഡ് കുറവ്. അല്ലെങ്കിൽ ഞാൻ എവിടെ തിന്നറിയോ, ഉള്ളി അരിലും കഴിഞ്ഞ് ചിലപ്പോൾ തക്കാളി അരിലും കഴിഞ്ഞിട്ടുണ്ടാവും. ഇന്ന് ഉള്ളി അരിഞ്ഞ് ഞാനായതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു നിഗമനത്തിൽ. സ്മെല്ല് വരുന്നുണ്ട്. ഇങ്ങനെ പേടിക്കാതെ പഴണ്ടാക്കിയോ? പിന്നെ 4 1 3 4 5 വെളുത്തുള്ളി. ഇതെന്ത് ചെയ്യണ്ടി? 5 വെളുത്തുള്ളി എന്ത് ചെയ്യണ്ടി? കുനുകുനാണോ? ഓക്കെ, മതിയാ. ഇനി ഈ വെളുത്തുള്ളി എന്ത് ചെയ്യണ്ടി? ചെറുതാക്കണോ അതോ ഇനി തൊലിയല്ലാണോ? പാത്രത്തിൻ്റെ മൂടി ആരോ കട്ട് കൊണ്ട് പോയില്ലോ. റിയാദിൻ്റെ പാത്രത്തിൻ്റെ മൂടി കട്ട് കൊണ്ട് പോയവർ എത്രയും പെട്ടെന്ന് തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇവിടെ ഒരു ബിഗ് വാർണിംഗ് സംഭവിക്കുന്നതാണ്. കൊടുക്കേണ്ടി വരും. ഇഞ്ചി അറിയാനുള്ള പണിയൊക്കെ തന്നോടിനാ. എന്തൊരു ഈസി. ഹൗ ഫാസ്റ്റ് ഐ ഡിഡ് യു നോ. ഇഞ്ചി അറിയാനുള്ള പണിയൊക്കെ തന്നോടി നിങ്ങൾക്ക് ആദ്യം.
ഇതല്ലേ ഏറ്റവും ഈസിയുള്ള പണി. നാല് ചൊര ചുരണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓ ലെക്സിൻ്റെ വാശയെ യൂസ് ചെയ്യും. ഇനി എന്ത് വേണ്ടി അടുത്ത തക്കാളി അരിയണോ? തക്കാളി അരിയണോ? ഓ ഗൈസ് നമ്മുടെ ചെമ്മീന് ഓ ചെമ്മീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പൊറോട്ട. ഇതാണ് അത്ര കോയിൻ പൊറോട്ട. ഇതൊക്കെ നാട്ടിലുണ്ട് ഗൈസ്, തോന്നില്ല നാട്ടിലുണ്ടെന്ന്. ഇതെങ്ങനെ ഉറങ്ങല്? വേറെ സാധനം ഉണ്ട്, 3 ഫാനുള്ള വേണോ? അല്ലെങ്കിലും ഇജ്ജൊരു കാര്യം ഏറ്റെടുത്താല് ഇത് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുള്ളൂ. നിങ്ങക്ക് നല്ല ഉറപ്പുണ്ട്. ഇത് വേറെ സാധനം. ഇത് തുറവോ നോക്കിയതാ, തുറവോ നോക്കിയതാ. ആകണേ പനെടുത്തുണ്ട്. ഏത് താഴെ ഏതെങ്കിലും കുരുമുളക് കണ്ടാറുണ്ട്. ക്രഷിന് നമ്മൾ ഇന്നാളെ എടുത്തില്ലേ ഒരു ബോക്സ് ആയിരുന്നു. തുടച്ചിട്ട് അതിലിട്ട് അടിച്ചാൽ മതി. കുരുമുളകിലാണ് എല്ലാ കളികളും. ആ പീസ് കിട്ടണം. ആ പാത്രത്തിലോ പാത്രം മുറിത്തരാം. ഇനി നമുക്ക് വെറും 20 മിനിറ്റ് ഉള്ളൂ കേട്ടോ, 25 മിനിറ്റ്. ആ അതൊക്കെ കാശ്മീരി. ഇത് ഇതല്ലേ കാശ്മീരി? ഇതാ കാശ്മീരി അല്ലേ? അല്ല എന്നാ അതായിരിക്കും കാശ്മീരി. എന്ത് ഏതാണ്? വലിയ ജീരകം. ആ മുബാഷിറിന്റെ അടുത്തുണ്ടാവല്ലോ വലിയ ജീരകം. ഏത് പാക്ക് ചെയ്താ? സാധനം നല്ല മൂവിങ് ആണ്. എല്ലുണ്ടാവോ? ഇതാരുതാ? ഇത് ബഷീറിന്റെ അല്ലേ? ഇതോ ഇതേത് ജീരകപ്പോ? പോയി. ഇതാരുതാപ്പാ? ഇതാരുതാ? എടാ ഇതാരുതാ സാധനം? ഇതാരുതാ? തപ്പ് അടിയത്ത് അതന്നെ വലിയ ജീരകം ഉറപ്പിച്ച്. അതാണ് ബയറേ. ആ എടാ ഇത് ഇറ്റാലിയൻ സീസണിങ്. ടേസ്റ്റ് ഇട്ടോ കരം ഒരു നമ്മളൊരു വെറൈറ്റി ടേസ്റ്റ്. അതെ ഇവിടെ ന്യൂട്ടലിന്റെ ഒരു ബോക്സിൽ ഒരു സാധനം ഉണ്ട്. ഇതോ ഇതാണോ വലിയ ജീരകം? ഇത് ഉലുവേ? ആയി ഏത്? എന്നാ ഞാനൊരു സത്യം പറയട്ടെ, ഇതിലില്ല. നമുക്ക് വലിയ ജീരകം നടക്കുവോ?
ഗരം മസാല ഒക്കെ ഗരം മസാല ഉണ്ടോ? ഉണ്ടാക്കും. നോക്ക്. എടാ ഗരം മസാല. ഗരം മസാല എവിടെയാണ്? മണം വരുന്നുണ്ട്. ശരി. നോമ്പുറിയോ? മണത്ത നോമ്പുറിയോ? ഉമ്മയൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ? ശരിയല്ലേ? ഗരം മസാല പൊടിച്ചല്ലേ? പൊടിക്കണോ? പൊടിക്കാനെങ്കിൽ നല്ലത്. എടാ നമ്മുടെ സാധനം എടുക്ക്. ഏത് സാധനം? ഇത് ഓപ്പൺ ആക്കി. ഓ പഠിക്കാനാ? ഇതിൽ കൂടെനാ? പൊടിയായിരിക്കും. ഞാൻ കയ്യിലേക്ക് ഇട്ടോ ഒന്ന് സാധനം. ആ പോയി ചില ഇതിഞ്ഞു വേണാ. പണ്ട് മദ്രസ ഇട്ട് വരുമ്പോൾ കറാമ്പട്ട എത്ര എണ്ണം തിന്നണോ അറിയോ? തക്കാളി വെട്ടിയില്ലേ? ഞാൻ ചോദിച്ചു. അത് തക്കാളി വെട്ടിയിട്ടില്ല. തക്കാളി ആവശ്യമുണ്ടപ്പോൾ? പക്ഷേ തക്കാളി എവിടെ ഇനി? തക്കാളി എവിടെ? തക്കാളി രണ്ടെണ്ണം ഞാൻ പറഞ്ഞു. ഇല്ലല്ലേ? തക്കാളി കൈകട്ടെ. തക്കാളി എങ്ങനെയായിരുന്നു? വലിയ പീസ് ഒരു ചെറിയ പീസ്? മാക്സിമം ചെറുതാക്കിയിട്ട് ഉടനെയായിരുന്നു. ദാറ്റ്സ് നൈസ്. കുരുമുളക് ഇടച്ചത് പൊടിച്ച കുരുമുളക് ഇവിടെ വെച്ച് പൊടിച്ച കുരുമുളക് അതിലിട്ട് അടിച്ചല്ലോ. ഗരം മസാല അത് അടക്കല്ലേ ഗരം മസാല പറയുന്ന സാധനം വരുന്നത്. മസാല പറഞ്ഞാൽ അത് അടക്കല്ലേ വരിക. മുളക് സെപ്പറേറ്റ് ഉണ്ടാകും. അത് ഉണ്ടാക്കി തരാം. ഇതൊക്കെ അധികം കേട്ടോ. എന്തൊക്കെ ഞാൻ അപ്പോഴേ പറഞ്ഞു റിയാദ് ഇതെല്ലാം കൊളാക്കുന്നു. ഈ തക്കാളി അറിയുമ്പോൾ എന്താ തക്കാളി പറഞ്ഞ മാതിരി ഇരിക്കാത്തതെന്ന് ഞാൻ ആലോചിക്കുന്നു. എനിക്കിത് ആദ്യം സക്സസ് ആവുന്ന ഉറപ്പുണ്ട്. ഇതും കൂടി വന്നപ്പോൾ സക്സസ് ആവുന്നുള്ള ഉറപ്പ് പോയി. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആകെ ചെയ്തതൊന്നും പിന്നെ എല്ലാ ഉറപ്പും പോയി. ആ എണ്ണ മറിച്ച് ഇനി എനിക്ക് സക്സസ് ആവുന്നുള്ള ഉറപ്പില്ല. ഞാൻ പറയട്ടെ 6-1 6-1. നീ ഇങ്ങനെ ആളെ ടെൻഷൻ ആക്കല്ല. ഇനി അടുത്ത പരിപാടി എന്ത്? പൊറോട്ടത് അല്ലാഹു അക്ബർ. അപ്പൊ അത് എപ്പോ വെച്ചതാ? അല്ല 3 പാക്കറ്റ് പൊറോട്ട ഉണ്ട്. ഇതിപ്പോ പൊട്ടിച്ചുകൊണ്ട് എണ്ണ വരുന്നില്ല എനിക്ക്. അപ്പൊ അല്ല എണ്ണ ഈ എണ്ണയാണോ മറ്റേ എണ്ണയാണോ? സൺഫ്ലവർ വേണ്ട. അതല്ല വെണ്ണ പോലും ഇടൂല. എണ്ണ ഇടൂലെന്നല്ലടാ. എണ്ണ അതിന്റെ മുകളിൽ തുടച്ചു കൊടുക്കാനൊരു ചെറിയ ടിഷ്യൂ അങ്ങനെ എന്തെങ്കിലും. ഇങ്ങനെ ടിഷ്യൂ മറ്റേ സാധനം പോരെ? പ്ലാസ്റ്റിക്കിന്റെ ഇതുവരെ. ആ ബ്രഷില്ല. ബ്രഷ് ഞാൻ മേടിച്ചിട്ട് അവിടെ തന്നെ ഇട്ടാ. ടിഷ്യൂ പേപ്പറിലില്ല. ഇതാക്കണം ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ പൊറോട്ട പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പൊറോട്ട പിടിച്ചിട്ട് 2 അടിയുണ്ട്. അടുത്തതായി പൊറോട്ട അടിക്കാൻ പോകുന്നത് മിസ്റ്റർ റിയാദുൽ കുനിയ. സമയം 6:07 ആയി. പഴയ പോലെ ഒന്നുമില്ല സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിയുടെയും മസാല ഇനിയും മസാല നന്നായിട്ട് ചേരണം. അപ്പോൾ ഇത് ചേരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മഞ്ഞപ്പൊടി വിതറി എല്ലാം കൈക്കണക്ക് അവസാനം ആയിരിക്കും ഇതിൻ്റെ തെറിച്ചു. ഒന്നും പഠിക്കണം. വെൽക്കം ടു ദ ക്ലബ്. കിട്ടോ മതി. എന്തിനു ബാക്കണം? ഞങ്ങളില്ലേ കൂടെ? പാറപ്പള്ളി വെൽക്കം ടു ദ ക്ലബ്. പാറപ്പള്ളി ചായ ഉണ്ടാക്കിക്കോളി. കരിച്ചാ അപ്പം എനിക്ക് എന്തിനു ഇതൊരു പണി? നമ്മളെ ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഇതോടെ കടയിൽ കിട്ടുമോ ഈ കോയിൻ പൊറോട്ട സാധനം?
അതല്ല ചോദിക്കുന്നത്. ആയത് അടിച്ചത് തരുമോ? കടയിലൊക്കെ ഉണ്ടാവും. തീ കുറച്ചൊക്കെ കൂട്ട്. അപ്പം ഞാൻ നിൽക്കാതെ ഇളക്കേണ്ടി വരും. പണി എന്നതാ? ഇളക്കി മാറിച്ചു ഞാൻ നല്ല മസാലേൻ്റെ മണം വരുന്നില്ലല്ലോ. വരുന്നുണ്ടോ? എനിക്ക് മറ്റേ ജീരകത്തിൻ്റെ മണം വരുന്നു. മസാല അയ്യ കടയുന്നുണ്ട്. ഓ, അപ്പം ഇതാണ് കോയം പൊറോട്ട. ഇത്രയും പാത്രങ്ങൾ നിങ്ങൾ സെറ്റ് ഓഫറിന് അടിച്ചാ? ഞാൻ സീരിയസ് ആയിട്ട് നിൽക്കുക. ഇല്ല, എനിക്ക് തോന്നി കണ്ടിട്ട് തോന്നുന്നത് ഓഫറിൽ അടിച്ചാണ്. എന്നിട്ട് പരി ഒറ്റ ഉണ്ടാക്കും അതുമില്ല. ഞാൻ കണ്ടിട്ടില്ല പരിയിൽ ഉണ്ടാക്കി കണ്ട കഴിഞ്ഞതിന് മുന്നേ. ഉറപ്പാ? ആയിക്കോട്ടെ. ആയിക്കോട്ടെ. സുഹൃത്തുക്കളെ, നിങ്ങൾ കാണണം. കോയിനോ? അടുത്ത ഇതായ പൊറാട്ട അടി. റിയാദിൻ്റെ പൊറാട്ട അടിയാണ് സുഹൃത്തുക്കളെ. അടി അങ്ങട്. പൊറാട്ട അടിച്ചാൽ ശീലമുണ്ടല്ലോ. നടന്നോ? ഇതൊക്കെ നമ്മളെ സാധനം ഏതാണ്ട് റെഡിയായി ഗൈസ്. കുറുകുന്നു ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി. അതെ, കൊറേ ഉണ്ട്. ഞാൻ പറട്ടെ, ഒരു ഗ്ലാസ് മാത്രം ചായ കുടിക്കേ? അത് നടക്കൂല. 2 ഗ്ലാസ് ചായ ആണോ? അപ്പൊ അത് കറക്റ്റ് ആവും. പാർപ്പള്ളിക്ക് കമന്റ് വരും. സെക്സി പാർപ്പള്ളി ഏതോ ബനിയനിട്ടിട്ട് ഒരാളിത് പുറകിൽ രോമുള്ള മണി മേടിച്ചോണ്ടോ. അടി 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 എത്ര മണി അടി അടിക്കണം. റിയാദിന്റെ ഇത് ഞാൻ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? എമ്പുരാനൊക്കെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നില്ലേ? സംഭവം അല്ലല്ല, രാവിലെ ആൾക്കാർ ഇപ്പൊ ആൾക്കാരെ മനസ്സിൽ ഈ ഫിലിം കാണാനുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. എമ്പുരാന്റെ നോമ്പെല്ലാം കഴിഞ്ഞിട്ട് എമ്പുരാനും കാണണം. ഇതുപോലെ ഞാൻ റിയാദ് മറ്റേ മജ്ബൂസ് ഉണ്ടല്ലോ, അത് തിന്നണമല്ലോ. അല്ല, എന്നോട് നേരത്തെ പറഞ്ഞു എന്താ അറിയോ, ഈ നോമ്പ് പെരുന്നാൾ തീരുന്നതിന്റെ മുന്നേ ഓന്റെ മകൻ മജ്ബൂസ് ഉണ്ടെന്ന് പറഞ്ഞോ. ഓനക്ക് അതിന്റെ ഇതിനുള്ള മൂടി ഒപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. ആ കുണ്ടപാത്രത്തിനുള്ള റിയാദിന്റെ കുണ്ടപാത്രത്തിനുള്ള മൂടി റെഡി. ശുവൈബിന്റെ കാര്യമായ ചായ കടകാര്യമായ ചായ. അതെ, എന്താണ് കസ്കസ് ഇട്ട ചായ? ഏലക്കായ. ഇന്ന് തകർക്കും. ഓ, അങ്ങനെ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ കറി റെഡി ആയിരിക്കുകയാണ്. കറി ഉണ്ടാക്കിയത് മിസ്റ്റർ മറൂഫ്. അത് കുളമാക്കാൻ സപ്പോർട്ട് ചെയ്തത് മിസ്റ്റർ റിയാദ്. കൂടുതൽ കുളമാക്കാൻ സപ്പോർട്ടാക്കി തരാം മിസ്റ്റർ റിയാദ്. ഞാൻ ഒറ്റക്കായി പോയി. ഈ കയ്യിലൊന്നും പറഞ്ഞ് പിടിച്ചിക്കാൻ പറ്റില്ല. ഇത് കറിയാ? പായസം. എല്ലാവരും കോപ്പ ക്ലാസ് എല്ലാം എടുത്തോളി. ഞാൻ 3-4 മിനിറ്റ് ഉള്ളൂ കേട്ടോ. ഇല്ല പഴയ ഉമ്മാനെ കണക്കെ മോനെ
ഇത് ബാങ്ക് കൊടുത്തൊരു വെള്ളം കുടിച്ചാ അതെ അത്താത്തിന് അല്ലല്ല. രണ്ട് ബാങ്കുർക്കനായ അല്ല ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഇവരോട് 5:30 5:45 6 മണിയായി. ഷീറ്റ് ഇല്ലല്ലേ ഓ പാറപ്പള്ളിയിലെ ചായ ഹൈലൈറ്റ് പാർപ്പളിന്റെ ചായയാണ്. ഹൈലൈറ്റ് ഇന്നത്തെ ഹൈലൈറ്റ് പാറപ്പള്ളിന്റെ ചായയും റിയാദിന്റെ പൊറാട്ടി കോയം പൊറാട്ടി. അങ്ങനത്തെ ഞങ്ങളുടെ പിന്നെ കറി. ഓ ഐറ്റം. ഓ ചായ. ഓ ഓ പൊറാട്ട സീനാവും. കറി കൊണ്ടുപോവുകയാണ്. സൂക്ഷിച്ച് ഞാൻ കറി അങ്ങോട്ടേക്ക് മന്ദാകിനി പോലെ ഞാൻ കൊണ്ടുപോവുകയാണ് സുഹൃത്തുക്കളെ. ഇതപ്പൊക്കെ എടുത്തിനാ അടിച്ചോ. ഇനിയുണ്ടാ എടാ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഇതാണ് വെച്ചത് മതിയടാ മതി വാ മതി തൽക്കാലം നാളെ എടുക്കാം മതി. ബാങ്കുർത്ത് ഇതാണ് നമ്മുടെ നല്ല ചെമ്മീനും പൊറാട്ടയും. എനിക്കിട്ടില്ല കേട്ടോ. കുറച്ച് ഗ്രേവി. ഗൈസ് അങ്ങനെ നമ്മുടെ ഫുഡ് അടി കഴിഞ്ഞിരിക്കുകയാണ്. ഫുഡ് അടി ഫുള്ള് കാണിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അതിൻ്റെ റിയാക്ഷൻ അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനെൻ്റെ ഫോൺ ഫുള്ളായി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കൂടെ കൂടിക്കോളി. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. കാരണം എപ്പോഴും വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കും. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം വർക്കും ഇതെല്ലാം കൂടെ ആയിട്ട് പിന്നെ നമ്മളത് കഴിഞ്ഞ് നിസ്കരിക്കാൻ പോകണം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടില്ല. റീല് വേണം, എല്ലാം വേണം. സോ ഇനി മുതൽ ഞാനിതെല്ലാം കറക്റ്റ് കണ്ടിന്യൂ ചെയ്ത് കറക്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോസ് ഇവിടെ തന്നെ കൊണ്ടുവന്നിടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ഓൾ ഡണ്ണാണ്. അപ്പോൾ ഇനി മുതൽ വീഡിയോസിന് ഒരു പഞ്ഞും ഉണ്ടാവില്ല. സോ ഡെയിലി ഞാൻ എനിക്ക് പറ്റുന്ന രൂപത്തിൽ ഞാൻ വീഡിയോസ് ഇടും. അപ്പോൾ ഇപ്പോൾ ഐ പി എൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഫസ്റ്റ് IPL സ്റ്റാർട്ടിങ് RCBയും പിന്നെ KKRും. ഇനിയിപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നറിയത്തില്ല. എന്തായാലും ഫസ്റ്റത്തെ കളി RCBൻ്റെ തന്നെ ആയതുകൊണ്ട് ചില RCBക്കാരൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടും ഞാനൊന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഗൈസ് നിങ്ങളൊക്കെ ഏതാണ് പിന്നെ IPL ടീം? ഞാൻ ഏത് ടീമായിരിക്കും അറിയോ നിങ്ങൾക്ക്? കമൻറ്റ് ചെയ്ത് നോക്കട്ടെ. ശരി, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.